ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മുതൽ നമ്മൾ കുറച്ച് അധികം ഓവറാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഓവറായാലേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പം നമ്മളിന്ന് ഓവറാക്കലിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. കമോൺട്ര. ഇന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഹി ജാൻ ഈസ് മൈ സബ്ജക്റ്റ്. അല്ലേ, ഇവരെന്തിരുന്നുണ്ട് ഈ പറയണത്? എന്നെ ഏതാണ്ട് ഏൽപ്പിച്ച് ഞാനത് ചെയ്തില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോകും എന്നാണ് പറയുന്നത്. നമുക്ക് റൂഹി ജാൻ്റെ വാക്കുകളിലേക്ക് തന്നെ പോകാം. അവരുടെ ക്യാപ്ഷൻ തന്നെ ബിഷപ്പും ഷെഫീനയും ശ്രദ്ധിക്കാൻ എന്നാണ്. ബിഷപ്പിനെ എന്നെ ഇതിനകത്ത് കൂട്ടിക്കെട്ടി എന്തിനാണെന്ന് അറിയാൻ വയ്യ. അല്ലെങ്കിൽ തന്നെ ഞാൻ ആ സാധനത്തിനെ എടുക്കാനേ ആഗ്രഹിക്കുന്നില്ല. ബിഷപ്പിന് കിച്ചുവിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു. കിച്ചുവിനെ പറഞ്ഞതിൻ്റെ പേരിലാണ് അയാളിപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഞാൻ അനുഭവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സുധിയുടെ സോളും മറ്റേ റിഫയുടെ സോളും കൂടെ എന്നെ കൊല്ലാൻ നടക്കുകയാണെന്ന്. ശിവനെ നല്ലത് ചെയ്താലും കുഴപ്പം, ചീത്ത ചെയ്താലും കുഴപ്പം, എന്തിനാണ് എന്തോ എനിക്കറിഞ്ഞിട. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഭാഗം കേൾക്കാമേ. അതൊക്കെ ഹൈഡ് ചെയ്തിട്ട് എല്ലാവരുടെ മുമ്പിലും ഇപ്പം ബിഷപ്പ് നോബലായിട്ട് ലൈഫ് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണുന്ന ഒരു പവർ മുകളിലുണ്ട്. യു നോ ദാറ്റ് റൈറ്റ്? ഈ ഭൂമിയിൽ ഒരുപാട് കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബട്ട് എസ്പെഷ്യലി ഞാൻ കിച്ചുവിന്റെ കാര്യം ഫ്രം മൈ സൈഡ് ഇഫ് ഐ എം ടെല്ലിങ് that because I am getting the messages from that soul. അതുകൊണ്ടാണ് സുധിയുടെ സോൾ ഓൾവേസ് കിച്ചുവിന്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞ പോലെ കിച്ചുവിന്റെ ഗാർഡിയൻ ഏഞ്ചൽ ആരാണെന്ന് ചോദിച്ചാൽ he can think, it's very clear that it is his own father. സുധിയാണ്. അതൊരു കാര്യം. അപ്പൊ ബിഷപ്പിന്റെ കേസാണ് ആ പറയുന്നത്. സുധിയെ റിലേറ്റ് ചെയ്തിട്ട് സുധിയുടെ സോള് അവരെ വന്ന് പറയുന്നുണ്ട്. അത് ബിഷപ്പ് റിലേറ്റ് ചെയ്താണ്. അപ്പോൾ അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. നമുക്ക് അതിൽ നിന്ന് വിടാം. നമ്മളെ പറഞ്ഞിടത്തേക്ക് വരാം. നമ്മളെ പറഞ്ഞിടത്ത് വരാം. കാര്യങ്ങൾ ഞാൻ എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഷെഫീനെ. വൺ തിങ്, യു ആർ നോട്ട് അറ്റൻഡിങ് മൈ കോൾ. ദ അതർ തിങ്, ഞാൻ ഷെഫീനോട് കുറച്ച് കാര്യങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ആക്ച്വലി ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാത്തതല്ല. റൂഹി സാധാരണ വിളിക്കുന്ന ലേറ്റ് നൈറ്റാണ്. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും മൂവി കാണുകയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ലേറ്റ് നൈറ്റ് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങും, സൈലൻ്റ് ആയിരിക്കും ഫോൺ. അതുകൊണ്ടാണ് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു കണ്ടിന്യൂഷൻ, ഒരു ട്രബിൾ എനിക്കുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് പറയട്ടെ. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായിലുള്ള സ്മഗ്ലിംഗ് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഷെഫീനടുത്ത് വന്നു ചെയ്തു. എല്ലാ പ്രൂഫുകളും പറയുന്ന കാര്യങ്ങളൊക്കെ 100% ആക്യുറേറ്റ് ആണ്. ഈ മഫിയയുടെ കാര്യങ്ങളും സ്മഗ്ലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ 100% ആക്യുറേറ്റ് ആണെന്ന് ഞാൻ എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷെഫീനൊക്കെ ചെയ്യാനും കാര്യങ്ങളും കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് യു സ്റ്റോപ്ഡ്. എല്ലാ ഡീറ്റെയിൽസും മീൻസ് ഓൾ ദ പ്രൂഫ്സ്, വരാനുള്ള എല്ലാ പ്രൂഫും, ഇപ്പം ബിഷപ്പ് നോബലിലുള്ള വരാനുള്ള എല്ലാ പ്രൂഫും സന്ദീപ് ഇടപ്പാളിനാണ് എത്തിച്ചുകൊടുക്കുന്നത്. അതേപോലെ തന്നെ from Dubai, whatever is happening about the smuggling, sex racket, everything, എല്ലാ കാര്യങ്ങളും അതിനുള്ള എല്ലാ ഇൻഫർമേഷനും എത്തിച്ചതാണ് ഷെഫീന ബീവിക്കാണ്. അതെന്തിനാണ് തന്നത്? നോട്ട് ടു കീപ് ഇറ്റ് വിത്ത് യു. കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനായിരുന്നില്ല. യു ഹാവ് ടു പ്രൊസീഡ് ഫോർ ദാറ്റ്. അത് പ്രൊസീഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെഫീന അത് ചെയ്യുമെന്നാണ് ഞാൻ കേട്ടത്. ബട്ട് നൗ ഡേയ്സ് ഞാൻ ഒരു വീഡിയോസിൽ കണ്ടു ദാറ്റ് യു ആർ സ്കേർഡ് ആണ് പ്രശ്നം. സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ഔട്ട്. ഷെഫീനൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് ദിസ് ഇസ് ഓൾ ഫോർ ദ സോൾസ്. ഷെഫീന അത് കേൾക്കാതെ ഇല്ല, ഞാൻ ഇതൊന്നും പ്രൊസീഡ് ചെയ്യില്ല, എനിക്ക് പേടിയാണ്, ഇതൊക്കെ ഞാൻ സൈഡിൽ വെക്കുകയാണ്. ആൻഡ് യു ആർ ടെല്ലിങ് ദാറ്റ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ഔട്ട്. ഷെഫീനൊക്കെ ഇത് പുറത്ത് വരാനല്ല ഷെഫീനയുടെ കയ്യിലോട്ട് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചത്. വളരെ ക്ലിയർ ആണ്. യു നോ ദാറ്റ് ആ എല്ലാ ഡീറ്റെയിൽസും ഷെഫീനക്ക് പോലും ഇറ്റ് വാസ് ഷോക്കിംഗ്. അതെങ്ങനെയാണ് കയ്യിൽ വന്നെത്തിയത്? റൈറ്റ്, എത്തിച്ചു തന്നതാണ്. Because you have your duty to do it.
അത് മറന്നിട്ട് ബാക്കി വേറെ കണ്ടന്റ്സിന് പിറകെ പോവണ്ടെന്നല്ല. യു ആർ ഡൂയിങ് ദാറ്റ് ഈസ് യുവർ വർക്ക് ടു ഡു. പക്ഷെ അതെല്ലാം ഫ്ലോപ്പ് ആവും, എല്ലാം ഓപ്പോസ് ആയി പോകും. ഇപ്പം എക്സാമ്പിൾ വരുന്നുണ്ടല്ലോ, വാട്ട് എവർ ഇസ് കമ്മിങ് ഫ്രം യുവർ മൗത്ത് ചിലപ്പം അവരവരെ കൺട്രോൾ ഇല്ലാതെ യുവർ നെയിം, യുവർ ഡിഗ്നിറ്റി, എവറിത്തിങ് വിൽ ഗോ. വെറുതെ എന്തിനാ? സോളിന്റെ കാര്യങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യാതെ ഇല്ല ഞാൻ ചെയ്യില്ല, ഞാനത് അവിടെ നിൽക്കാം, ഐ എം നോട്ട് ഡൂയിങ്, എനിക്ക് പേടിയെന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. ഷെഫീന, ഡോണ്ട് ഡു ദാറ്റ്. ഷെഫീനയുടെ കയ്യിൽ കുറച്ച് പ്രൂഫ് വന്ന് ചേർന്നിട്ടുണ്ട്. അതെങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്നും ഷെഫീനക്ക് അറിയാം. സോ യു ഹാവ് ടു പ്രൊസീഡ് ദാറ്റ്. അത് പ്രൊസീഡ് ചെയ്യാതെ കയ്യിൽ വെച്ചോണ്ടിരിക്കാനാണെങ്കിൽ അതിന്റെ ഷെഫീനയിലേക്ക് എത്തിച്ചേരേണ്ട ആവശ്യമില്ലല്ലോ ഡയറക്ട്ലി. സോ ഞാൻ ഇവിടെ എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദീസ് ആർ മൈ മെസ്സേജസ്. ഞാൻ ബിഗിനിങ്ങിലേ പറഞ്ഞതാണ്, കുറച്ച് പേരെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോൾസ്. അത് കാൽക്കുട്ടപ്പാണ്. അതില് ഷെഫീന ബീവി ഉണ്ട്. അത് റിഫക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി. യുനോ ദാറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്ത് വരാനുണ്ട്. അവിടെ നിന്നുള്ള കാര്യങ്ങൾ, അവിടുന്ന് ചെയ്യുന്ന മാഫിയ, അവരുടെ എല്ലാ കാര്യങ്ങളും ഷെഫീന അടുത്ത് എത്തിയിട്ടുണ്ട്. സോ യു കാൻറ്റ് സ്റ്റോപ്പ് യുവർ സെൽഫ് ലൈക്ക് ദിസ്. ഞാൻ ചെയ്യില്ല എന്ന് വാശി പിടിച്ചിരുത്തിയാൽ ലൈഫ് തന്നെ ഓപ്പോസിറ്റ് ആവും ചിലപ്പം. സോ പ്ലീസ് ബി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ഞാൻ ഇത് പറയാൻ വേണ്ടി ഐ ട്രൈഡ് യു, ഐ കോൾഡ് യു സെവറൽ ടൈംസ്, ബട്ട് എത്തിയിട്ടില്ല. ദാറ്റ്സ് വൈ ഓപ്പൺലി ഐ ആം ടെല്ലിങ് ദിസ്. അപ്പം ഇനി എൻ്റെ മറുപടിക്കാണല്ലോ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ പേര് അത് വെയിറ്റ് ചെയ്തിരിക്കുന്നത്, എല്ലാവരും അല്ല, കുറച്ച് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ മറുപടി ഞാൻ പറയാം. സജിന ഫിറോസ് ഉൾപ്പെടെ, സജിന ഫിറോസും പിന്നെ രേണു സുധി തുടങ്ങി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഓൾമോസ്റ്റ് കുറേ അധികം പേര് ഇതിനകത്ത് ട്രാപ്പിഡ് ആയവരാണ്. പലരും സന്തോഷത്തോടു കൂടി ഈ ട്രാപ്പിങ്ങിൽ പോയി പെട്ടവരാണ്. പലരും പെട്ടുപോയി ഇറങ്ങി വരാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. അതിൽ ഒരാളാണ് നമ്മുടെ സജിന ഫിറോസ്. ഓപ്പണായിട്ട് വന്ന് പബ്ലിക്കിൽ പറഞ്ഞൊരു കാര്യമാണ്, യെസ് ഐ ആം ട്രാപ്പിഡ്. ഞാൻ ട്രാപ്പിഡായിരുന്നു, എന്നെ അവളിൽ നിന്ന് രക്ഷിച്ചത് റസൂൽ പൂക്കുട്ടിയാണ്. പറഞ്ഞോ ഇല്ലയോ? നിങ്ങളൊക്കെ കേട്ട കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്തു? ഇവിടെയുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ ഏത് സബ്ജക്റ്റ് എടുത്തു? സജിന ഫിറോസും പൂക്കുട്ടിയും തമ്മിലുള്ള ബന്ധമാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തത്. ഒരു വേഡിങ്ങേ പറഞ്ഞുള്ളൂ. ആ ഒരു വേഡിങ് ഞാൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, സജിന ഫിറോസ് പറഞ്ഞ ആ പോയിന്റ് വീണ്ടും റീതിങ്ക് ചെയ്യ്, വീണ്ടും ഇറങ്ങ്, അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക. എന്തുകൊണ്ട് ഈ കാര്യം നിങ്ങളാരും സീരിയസ് ആയിട്ട് എടുത്തില്ല? പകരം എൻ്റെ വാട്സപ്പിൽ പോലും വന്ന് പച്ചത്തെറി എന്നെ വിളിച്ചു, ഞാൻ സജിന ഫിറോസിനെ സപ്പോർട്ട് ചെയ്യണു എന്ന് പറഞ്ഞിട്ട്. സജിന ഫിറോസിനെ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എന്താണ് ഞാനും സജിന ഫിറോസും തമ്മിലുള്ള ബന്ധം? പക്ഷേ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മൾ ഒരു ക്രൈം നടക്കുന്നിടത്തുനിന്ന് പ്രൈം വിറ്റ്നസ് ആയിട്ട് കുറച്ച് പേരെ എടുക്കും. ക്രൈം കണ്ടിട്ട് അതിനെ എതിർക്കാതിരിക്കുന്നവരും ക്രൈം ചെയ്തതിന് തുല്യമാണ്. ഇപ്പോൾ ഒരു കൊല നടന്നു എന്ന് വയ്ക്കാം. അവിടെ 5 പേരുണ്ട്. അവർ ഒരാൾ നോക്കിക്കൊണ്ടിരുന്നു, 4 പേരാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ 5ാമത്തെ ആളുടെ പേരിലും കുറ്റകൃത്യം വരും. കുറ്റപത്രം എഴുതുമ്പം അയാളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു, അയാൾ അത് കണ്ടുകൊണ്ട് നിന്നു എന്ന് തന്നെ വരും. പക്ഷേ വാദഗതിയിൽ അയാൾ ഞാൻ സാക്ഷിയാണ്, ഇവരാണത് ചെയ്തത് എന്ന് പറഞ്ഞാൽ അയാളെ മാപ്പ് സാക്ഷിയാക്കി മാറ്റി നിർത്തും. പക്ഷേ പബ്ലിക്കിൽ എന്തായിരിക്കും ഇമേജ്? ആ പറഞ്ഞ വ്യക്തിയുടെ മരണത്തിൽ 5 പേർ അറസ്റ്റിൽ. ഈ പറഞ്ഞ മാപ്പ് സാക്ഷിയായ വ്യക്തിയും ആ ഒരു പ്രതികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. തെറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലെ അബദ്ധത്തിൽ അവിടെ കൊണ്ട് ചേർക്കപ്പെട്ടവർ വന്ന് പുറത്ത് പറയാതെ നമ്മളെങ്ങനെ അറിയും അവിടെ അങ്ങനെ ഒരു റാക്കറ്റ് ഉണ്ടെന്ന്? ഇപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, പിന്നെ രേഷ്മയോട് ഇതെല്ലാം പറയാൻ പറയുന്നുണ്ട്. സജിന പറഞ്ഞു. എന്ത് കിട്ടി സജിനയ്ക്ക്? സജിനയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തു. സജിനയെ ദിയാസന എടുത്തു വെച്ച് അറുമാദിക്കുന്ന കണ്ടോ? ദിയാസന ഡ്രഗ് അടിക്കുന്നുണ്ടെന്ന്, ഈ പൊതുസമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു സാധനം അവൾ യൂസ് ചെയ്യുന്നുണ്ടെന്നും അത് അവളെ കൊണ്ട് നടക്കുന്നവരത് ഉപയോഗിക്കുന്നുണ്ടെന്നും എന്നുള്ള കാര്യം വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് സംരക്ഷണമാണ് ഈ പറയുന്ന സജിനയ്ക്ക് കൊടുത്തത്? സജിനയ്ക്ക് വേണ്ടി സപ്പോർട്ട് പോലെ, അല്ലെങ്കിൽ അവൾ പറഞ്ഞതിലൊരു കഴമ്പുണ്ട് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞപ്പോൾ സജിനയെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സജിനയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങണമെന്നും പറഞ്ഞ് എന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഇവിടെ നടന്നത് ആണോ അല്ലയോ? ഇനി പറ, ഇരിക്കുന്ന തെളിവും കൊണ്ട് ഞാൻ ഇറങ്ങിയാൽ എനിക്ക് ഈ തെളിവുകൾ തന്ന സ്ത്രീകളെ നിങ്ങൾക്ക് കൊല്ലണോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ അടൂർ ഒരു പിന്നെ അനാഥാശ്രമമുണ്ട്. അവിടെ
പത്തനംതിട്ട അടൂർ ഏതായാലും ആ സ്ഥലം തന്നെ. അവിടെ ഈ പറഞ്ഞ രീതിയിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്നൊരു ഇത് വന്നു. ഞാനാണ് അത് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്ന് ഈ വയ്യാത്ത കാലം കൊണ്ട് അവിടെ CWCയിൽ കയറി ഇറങ്ങി. അവർ പോവില്ല, അവരെ കൊണ്ട് നിർബന്ധിച്ച് അത് ചെയ്യിച്ച് ആ സ്ഥാപനത്തിൽ അവരത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അത് പൂട്ടി. അന്നത് പൂട്ടാൻ എൻ്റെ ഒപ്പം നിന്നത് അവിടെ അന്തേവാസികളായിരുന്ന കുട്ടികളുടെ ടീച്ചർമാരാണ്. അതിലൊരു കുട്ടി ടീച്ചറിനോട് സത്യം തുറന്നു പറയുകയും എൻ്റെ മർമ്മഭാഗത്തേക്ക് മുളകുപൊടി കലക്കി ഒഴിച്ചെന്നും എന്നെ തല്ലിയെന്നും ഒക്കെ അവിടുത്തെ ടീച്ചർ ഉൾപ്പെടെ വന്ന് പറഞ്ഞു. അവിടെ ഒരു അമ്മ ജോലിക്ക് താമസിച്ചിരുന്ന അവർ വന്ന് പറഞ്ഞു. ഇവരൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം പബ്ലിക്കിൽ എടുത്തിട്ടിട്ട് അവർക്കൊക്കെ ആര് പ്രൊട്ടക്ഷൻ കൊടുത്തു? അവരെന്നെന്തോ ചിരിച്ചുകൊണ്ട് അവിടെ വ്ളോഗിങ് ചെയ്തുകൊണ്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു അവർക്കെതിരെ? ഇപ്പോഴും അവർ മാന്യ, അവരിപ്പോഴും അമ്മമാരുടെ ആശ്രമം അവിടെ നടത്തുന്നുണ്ട്. കുട്ടികളുടേത് നമുക്ക് ബന്ധാക്കാൻ പറ്റി. നിങ്ങൾ എനിക്ക് പ്രൊട്ടക്ഷൻ തന്നോ? പകരം ഞാൻ അവരോട് 2 ലക്ഷം രൂപ ചോദിച്ചു എന്നൊരു പച്ച നുണ ആ സ്ത്രീ അടിച്ചിറക്കി. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എന്നോട് അജിതകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് എന്നോട് ചോദിച്ചതാണ്, എനിക്ക് 2 ലക്ഷം രൂപ ഈ സ്ത്രീ തരാനുണ്ട്, അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് കൊടുക്കാനുള്ള പണമാണ്, ആ പൈസ എനിക്ക് അവർ തന്നേ മതിയാവുള്ളൂ, നിങ്ങൾ അത് സംസാരിക്കണം എന്നുള്ളത്. ഞാൻ അവരുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സാധനം നടക്കുന്നുണ്ട്, നിങ്ങൾ ഏറിപ്പോകും, നിങ്ങൾ ആ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യൂ എന്നാ പറഞ്ഞേ. ഉടനെ ഞാൻ ആ പൈസ ചോദിച്ചു എന്ന് വളച്ചൊടിച്ചുകൊണ്ട് വന്നു. പക്ഷെ അന്ന് സമൂഹം അത് ഏറ്റെടുത്തു. ഒത്തിരി പേരുണ്ട്. ചങ്ങാതിക്കൂട്ടം എന്ന് പറയണ അവൻ ഒത്തിരി മെനക്കെട്ടി, അതിൻ്റെ ഓണർ അവൻ ഒത്തിരി മെനക്കെട്ടു. പക്ഷെ അവൻ എത്ര കേസുണ്ടെന്നറിയോ? എത്ര കേസ് ആ പയ്യൻ്റെ പേർക്ക് വന്നെന്നറിയാമോ? നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തോ? നിങ്ങൾ സംരക്ഷിക്കുമോ? സോള് സംരക്ഷിക്കുമോ? എനിക്കറിയത്തില്ല. ഞാൻ ഇറങ്ങിയ ആ വിഷയത്തിൽ ഞാൻ സക്സസ് ആയി. ഞങ്ങൾ ഒത്തിരി പേരുണ്ടായതിനകത്ത്, ഒരുപാട് മനുഷ്യരുണ്ടായതിനകത്ത്. എല്ലാവരോടും ഒറ്റക്കെട്ടായി മത്സരിച്ച് നിന്നതിൻ്റെ ബാക്കി പത്രം ആ പറഞ്ഞ അനാഥാശ്രമം എന്ന രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന ആ സ്ഥാപനത്തിന് ഞങ്ങൾ പൂട്ടിടാൻ സാധിച്ചു. ഞങ്ങൾക്ക് സാധിച്ചു. CWCയെ കൊണ്ട് ഞങ്ങളത് ചെയ്യിച്ചിട്ടുണ്ട്. എന്നിട്ടും ന്യായീകരണം പറയുന്നത് എന്താണ്? അവരാണ് ശരി എന്ന് തന്നെയാണ് അവരിപ്പോഴും പറയുന്നത്. തെളിവ് ഞങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ അടൂർ പോലീസ് സ്റ്റേഷനിൽ പോയി ആ പരാതിയുടെ മേൽ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എന്നെ പിന്നെ സ്റ്റേഷൻ്റെ ഇതിൽ എഴുതി വെപ്പിച്ചിട്ടാണ് എന്നെ വിട്ടിട്ടുള്ളത്. എന്തടിസ്ഥാനത്തിൽ? തെറ്റാര് ചെയ്തു? കുട്ടികളുടെ മർമ്മഭാഗത്തേക്ക് മുളക് കലക്കി ഒഴിച്ചത് ഞാനാണ്. പക്ഷേ ഞാനാണ് പ്രതിയെ പോലെയാണ് അവിടെയെല്ലാം സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ആരാണ് സ്ഥാപനം നടത്തിയത്? ആ സ്ഥാപനം പൂട്ടപ്പെട്ടു. ആ സ്ഥാപന അധികാരിയുടെ മകൾ, അവളുടെ അണ്ടർ ഏജിലാണ് ആ വിവാഹം നടത്തുന്നുള്ള തെളിവ് ഉൾപ്പെടെ നമ്മൾ കൊണ്ടുവച്ചു. എന്തെങ്കിലും നടന്നോ? പണത്തിൻ്റെ മേലെ പരന്നും മറക്കത്തില്ല എന്ന് അവർ തെളിയിച്ചു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി 28 കുട്ടികൾ എൻ്റെ പിന്നിലണിനിരന്നു. എനിക്ക് എന്ത് കിട്ടി? എത്ര പേരായിരുന്നു അതിനെതിരെ? ആ കുട്ടികൾ ഉൾപ്പെടെ തലതിരിഞ്ഞ് മാറി. ഞാൻ എന്തോ ശത്രു പോലെയാണ് അവർ പെരുമാറിയത് ഒരു സമയം വരെ. ആ പ്രശ്നം പരിഹരിച്ച് അവർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അവർ പോലും മാറി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവസാനം ഞാനും എനിക്ക് സപ്പോർട്ടീവായിരുന്ന അസീസ് വക്കീലും അതിനൊക്കെ തുറച്ചു നിന്നു. അവർ സന്തോഷപൂർവ്വം, ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന കണക്ക് സോളിൻ്റെ സപ്പോർട്ടായിരിക്കാം, അവർ എനിക്ക് വേണ്ടിയിട്ട് വാദിച്ചു. വാദഗതിയിൽ കോടതിയിൽ വിധി പറഞ്ഞു. ഷെഫീന ബീവി എന്ന സ്ത്രീ അവരൊരു ഓൺലൈൻ ജേർണലിസ്റ്റാണ്. അവരുടെ റൈറ്റ്സാണ് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അവരുടെ വസ്തു പ്ലഡ്ജ് ചെയ്യണ്ട എന്നുള്ള ഒരു നിയമം, ഒരു ഇത് വേർഡിക്റ്റ് അടൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് എനിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ പിന്നിൽ ഞാനെടുത്ത എഫർട്ടോ, ആ വക്കീൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും, എത്ര വട്ടം എനിക്ക് വേണ്ടി ഹാജരായിട്ടുണ്ടാകും. നിങ്ങൾ നോക്കൂ. ധൈര്യമില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഈ 2 വിഷയങ്ങളാണ് എടുത്തു പറയാനുള്ളത്. ധൈര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ JBTV, ചുണ്ണി ഒക്കെ ഇരുന്നു കൊണ്ട് യുക്തിവാദം പറയുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ 5 ലക്ഷം രൂപ വാങ്ങി ഒരു സാധു മനുഷ്യനെ പറ്റിച്ചപ്പോൾ അത് ചോദ്യം ചെയ്യാനായിട്ട് പെണ്ണൊരുത്തി വയ്യാത്ത കാലം കൊണ്ട് അവരുടെ ഫംഗ്ഷൻ നടക്കുന്ന അവരുടെ കോട്ടയ്ക്കകത്ത് അവിടെ കയറിയിരുന്ന് ആ ചോദ്യം ചോദിക്കുക മാത്രമല്ല കൂക്കി വിളിച്ചിട്ട് ഇറങ്ങി വരികയും ചെയ്തു. നിങ്ങൾ എനിക്ക് പ്രൊട്ടക്ഷൻ തന്നോ? അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹം എൻ്റെ ഒപ്പം നിന്നോ? എന്താണ് സംഭവിച്ചത്? ധൈര്യമുണ്ടാവും ഇല്ലയോ എന്നുള്ളത് തെളിവാണ്. എനിക്കങ്ങനെ ആരും പേടിയില്ല. നാളെ മരണപ്പെട്ടു പോയാലും ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. എനിക്ക് അതിനകത്തൊരു പ്രശ്നവും ഇല്ല. മക്കൾ സേഫാണ്, ഞാൻ അവരെ സേഫാക്കിയിട്ടുണ്ട്. ഇനി അവർ സ്വന്തമായി ജീവിച്ചോളൂ. ഞാനെന്ന് അമ്മ അവിടെ എക്സിസ്റ്റ് ചെയ്യണമെന്ന് അവരുടെ ആഗ്രഹം ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു. ഞാൻ അങ്ങനെ ജീവിക്കുന്ന സ്ത്രീയാണ്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞാനൊരു തെറ്റിനും പോയിട്ടില്ല. ഇത്തരം കുറ്റങ്ങൾ കണ്ടാൽ അതിനെതിരെ കർശനമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ.
ഇപ്പോൾ തന്നെ നടക്കുന്ന ഒരു സംഭവം കണ്ടു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞങ്ങൾ ഒപ്പമുണ്ടെന്ന്. നിങ്ങളുടെ ഒപ്പം ഈ വാക്കുകളിലല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വരാറുണ്ടോ? സത്യം പറയുന്നവർക്ക് ഇവിടെ കിട്ടുന്നത് കല്ലേറ് മാത്രമാണ്. ആണോ അല്ലയോ? ഇനി റൂഹി പറ, ഞാനിത് പബ്ലിഷ് ചെയ്യണം. എനിക്കൊരു വോയിസ്, ഒരു പെൺകുട്ടി അവിടെ സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി എനിക്ക് ഇട്ട് തന്നു. ഞാൻ കമൻറ്റ് ബോക്സ് മുഴുക്കാൻ നോക്കി. അവൾക്ക് അസൂയ കൊണ്ടാണ് അവളത് പറഞ്ഞതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് സജിന പറഞ്ഞു? എന്തുകൊണ്ട് ആ സെക്സ് വർക്ക് ചെയ്യുന്ന കുട്ടി പറഞ്ഞു? എന്തുകൊണ്ട് അവിടെ വെയിട്രസ് ആയിട്ട് ജോലി ചെയ്യുന്ന കുട്ടി പറഞ്ഞു? കാരണം അവരെല്ലാം ട്രാപ്പിഡാണ്. അവർക്കൊന്നും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. കൂടുതൽ ആൾക്കാർ അതിനകത്തേക്ക് വന്ന് ചാടരുത്. ഇനിയും പെൺകുട്ടികൾ ഈ ഒരു സാധനത്തിൽ വിശ്വസിച്ച് കൂടുതൽ പെൺകുട്ടികൾ അതിലേക്ക് വരാതിരിക്കാനുള്ള തടയെ ഞങ്ങളെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. അതിനകത്ത് പെട്ടു നിൽക്കുന്നവർക്ക് വിട്ടു വരാനുള്ള സാഹചര്യമേ നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് ഇതുപോലെ ഒരു കരിയർ നഷ്ടപ്പെട്ടാൽ അവർക്ക് ചൂടാവും. അവർ നമ്മളെ എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ചെറിയ ഒരു വിവരണം ഞാൻ കൊണ്ടുവന്ന് തന്നു. അതേപോലെ സജിനയ്ക്കെതിരെ ഒരു പെണ്ണ് വന്ന് സജിന വെറും ഫ്രോഡാണെന്ന് പറയുമ്പോൾ അവൾ യഥാർത്ഥ കരിയറാണെന്നും കൊണ്ടുവന്ന സ്വർണം അവൾ മുക്കി എന്നുമുള്ള അവൾ തന്നെ പറയുന്ന സൗണ്ട് ഞാൻ പബ്ലിഷ് ചെയ്തു. എന്നിട്ട് എത്ര പേരതെടുത്തു? എത്ര പേര് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു? പറഞ്ഞേ. തെളിവ് ഒന്നാണ് ഞാൻ പുറത്തു വിട്ടത്. ആ തെളിവിൽ അവൾ കാരിയറാണെന്ന് പറയുന്നുണ്ട്. അവൾക്ക് സ്വർണം കൊടുത്തു വിട്ടവൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അവനാണ് അതിൻ്റെ ഏജന്റ് എന്നുള്ളത് എൻ്റെ ഇരിക്കയിലെ ആ എവിഡൻസ്. എന്നെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചോ? ആ ഏജന്റിന്റെ നമ്പർ ഇങ്ങ് കൊണ്ടാ ഞാൻ അവനെ പിടിക്കട്ടെ എന്ന് പറഞ്ഞോ? ദുബായ് ബേസിൽ നടക്കുന്ന ഒരു ക്രൈമാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്, എല്ലാ തെളിവുകളും ഉണ്ട്. എൻ്റെ ഫോൺ എപ്പോഴും വേണമെങ്കിലും പോലീസ് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാനിത് ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് എൻ്റെ മകൻ അറിയുന്ന കാര്യം, ഈ ചാനലല്ലാതെ മറ്റ് ചാനലുകൾ ഞങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് സേവ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ചാനലുകളിൽ റെസ്ട്രിക്ഷൻ വന്നാൽ അതിൽ കൂടെ ആ സാധനം പുറത്തു വിടാനുള്ള ഏറ്റവും ഈസിയായ പരിപാടി ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മകൻ്റെ ചാനൽ പിടിച്ചിട്ട് കൊണ്ടുപോയോ എൻ്റെ ചാനൽ പിടിച്ചുകൊണ്ട് പോയോ ഒന്നും നടക്കത്തില്ല. ഈ പറയുന്ന ക്രിമിനലുകളോട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഞങ്ങളും കുറച്ച് അതുപോലെ ചിന്തിക്കേണ്ടി വരും. ഇപ്പോൾ പോലീസുകാരെല്ലാവരും സന്യാസിമാരോ മാന്യന്മാരോ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ക്രിമിനലുകളെ ഹാൻഡിൽ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അവർക്ക് ഒപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരെ പോലെ ക്രിമിനലിസം നമ്മളും പഠിച്ചിരിക്കണം. ഞാൻ അത്രയും വലിയ ക്രിമിനൽ അല്ല, എനിക്ക് അറിയത്തില്ല. എനിക്കിത് ഇത്രേ അറിയുള്ളൂ. ഞാൻ പകച്ചു നിൽക്കുകയാണ്. നിങ്ങൾ സജിനയെ സപ്പോർട്ട് ചെയ്തിരുന്നോ? സജിന ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് പറയുന്നു. റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യ വന്ന് കംപ്ലൈൻറ്റ് ചെയ്തോ? റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യ എപ്പോഴും അവർക്കൊപ്പം നടക്കുന്നുണ്ട്, അവർക്ക് കംപ്ലൈൻറ്റ് ഇല്ല. നിങ്ങൾ എങ്ങനെ സജിനയെ നിങ്ങൾ പറഞ്ഞു? സജിന പറഞ്ഞ ആ ഒരൊറ്റ പോർഷനാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത്. സജിന മാന്യല്ലായിരിക്കാം, സജിന ഇനി മറ്റ് പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്ന സ്ത്രീ ആയിരിക്കാം, പക്ഷെ അവൾ പറഞ്ഞ ഒരു വലിയ പോയിന്റ് ഉണ്ട്. എന്നെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തുമായിരുന്നു. നിങ്ങളൊരു മെറ്റീരിയൽ അല്ല, നിങ്ങൾ സ്ത്രീകളാണ് എന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞ എന്നെ എന്തൊക്കെയാണ് പറയുന്നത്? ഒരമ്മ സംസാരിക്കുന്ന സംസാരമാണോ എന്ന് ചോദിച്ചു. എൻ്റെ കുഞ്ഞാണ് ചെയ്തെങ്കിൽ സംസാരം മാത്രമല്ല ആട്ടിയും പറ്റിക്കും ഞാൻ. ആർക്കും ഒന്നും മനസ്സിലാവത്തില്ലല്ലയോ? ആ മനസ്സിലാക്കണ്ടെന്നേ, നിങ്ങൾ വെച്ചോണ്ടിരിക്കുക, കുഴപ്പമൊന്നുമില്ല. എന്താണ് കണ്ണട എന്നുള്ളതിനൊരു ചെറിയ ഇത് തരാം. ഇതാണ്, ഈ കണ്ണുകൾക്ക് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് കണ്ണട വെച്ച് സംസാരിക്കുന്നത്. ഇനി ഈ കണ്ണ് കാണിച്ച് കഴിഞ്ഞ് പറയുന്നത് കരയണം എന്ന് പറയും. ഈ കണ്ണിനൊരു കുഴപ്പവുമില്ല, ബട്ട് ദിസ് കണ്ണ് ഹാവ് സം ഇഷ്യൂസ്, അതുകൊണ്ടാണ് കണ്ണട വെച്ചിരിക്കുന്നത്. അപ്പം ഇനി കണ്ണട വെച്ചിരിക്കുന്ന സ്റ്റൈൽ കൊണ്ടാണോ മണ്ണാങ്കട്ടയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ടത്. എന്ത് ചെയ്താലും കുറ്റവും പറഞ്ഞുകൊണ്ട് വരുന്നവരാണ്, അതുകൊണ്ടാണ്. അപ്പം ഇത് നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കണ്ണട വയ്ക്കുന്നത്. അപ്പം ശരി, സ്റ്റൈലല്ല ഇത്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം എത്രയേ ഉള്ളൂ. റൂഹിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യം പബ്ലിഷിൽ പറയുമ്പോൾ അനുഭവസ്ഥർ ഉണ്ടെങ്കിൽ കുറേയധികം പേര്, കൂടുതൽ ആൾക്കാർ വരട്ടെ. ഈ വരുന്നവർക്ക് ആർക്കും ധൈര്യവും കൂടെ ഇല്ല എന്നും കൂടെ ഓർത്തോണം. ഇപ്പം റീസെൻ്റ്ലി ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഇവരെ കൂട്ടിക്കൊടുക്കുന്ന അവിടെ പെൺവാണിഭ മാർക്കറ്റ് നടത്തുന്ന സ്ത്രീയുടെ ഫോട്ടോ ഞാൻ പബ്ലിഷ് ചെയ്തു. ആ സ്ത്രീ പങ്കെടുത്ത ഒരു ഫംഗ്ഷനിൽ എത്രയോ പെൺകുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊപ്പമുള്ള ഫോട്ടോ ഞാൻ പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ അവരുടെ കുടുംബത്തിൽ പ്രശ്നമായി. എനിക്കങ്ങനെ അവരുടെ കുടുംബം നശിപ്പിക്കാൻ താല്പര്യമില്ല. അവിടുന്ന് ആണും പെണ്ണും തുരുതുരെ എന്നെ വിളിച്ചു, ചേച്ചി ആ ഫോട്ടോ മാറ്റാൻ പറഞ്ഞു. ഞാൻ നിസ്സഹായയാണ്. അപ്പോൾ എനിക്കിത് പബ്ലിക് ചെയ്ത് ഒരു പബ്ലിക് അറ്റൻഷൻ കൊടുത്ത് എൻ്റെ ചാനലിനൊരു വ്യൂവോ റീച്ചോ എനിക്ക് ഉദ്ദേശമില്ല. എൻ്റെ ഉദ്ദേശം ഇത് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇത് പോലീസ് അധികാരികൾ ഇടപെടുക. ഇവിടുന്ന് വിസിറ്റിൽ ജോലിക്കെന്ന് പറഞ്ഞു പോകുന്ന പെൺകുട്ടികളെ അവിടെ കൊണ്ടുപോയി ഈ റാക്കറ്റിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതൊരു വലിയ സത്യമാണ്. അത് ഒത്തിരി പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ എവിഡൻസ്, ഫോൺ നമ്പർ ഉൾപ്പെടെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാൻ തയ്യാറാണ്. പറയുന്നവരൊക്കെ പാസ്പോർട്ട് കോപ്പി ഉൾപ്പെടെ ഷെയർ ചെയ്തിട്ട് നിൽക്കുന്നവർ.
എന്നെ കൊണ്ട് അത്രേ പറ്റൂ. ഞാൻ റൂഹല്ലല്ലോ, എനിക്ക് അതിന് അപ്പുറം മാസ്റ്റർ പവറൊന്നും ഇല്ലല്ലോ. എനിക്കിതൊക്കെ പബ്ലിക്കിൽ പറയണമെന്നുണ്ട്, വലിയ ആഗ്രഹമുണ്ട്. ഞാനിത് പറഞ്ഞാൽ ഞാൻ ക്രൂശിക്കപ്പെടും എന്നതിനപ്പുറം വേറെ എന്തെങ്കിലും നടക്കുന്നത് റൂഹിക്ക് തോന്നുന്നുണ്ടോ? സജിന പറഞ്ഞു എന്നെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തും, എന്നെ ഉപയോഗിക്കും, അതിൽ കൂടെ എനിക്കൊരു വരുമാനം ഉണ്ടായിരുന്നു. ഞാൻ ആ അവസ്ഥയിലേക്ക് പോയതിന് കാരണം എൻ്റെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവിനും അതിനകത്ത് ഇതുണ്ട്. അവൻ കുഴപ്പമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഫിറോസിന് വേണ്ടി തെറി വിളിച്ചവരാണ് എല്ലാവരും. ഫിറോസിന് എന്താ കുഴപ്പം? പലരും പറഞ്ഞു അവിഹിതക്കാരികളായ പെണ്ണുങ്ങളെ, അവരുടെ ഭർത്താവ് അനുഭവിക്കുന്ന പ്രോബ്ലങ്ങളെ എന്നൊക്കെയാ പറഞ്ഞത്. അവൾ അവിഹിതമല്ല ചെയ്തത്, അവളെ ഓപ്പണായിട്ട് വിൽക്കാനാണ് അവൻ നോക്കിയത്. അവളെ താറടിച്ച് താഴെ കൊണ്ടുവന്ന് അവളെ ആര് സപ്പോർട്ട് ചെയ്യാതിരിക്കാനാണ് അവളുടെ പേർക്ക് 12ഓളം ആണുങ്ങളെ കൊണ്ടുവന്ന് ചേർത്ത് വെച്ച് പറഞ്ഞത്. ഇവിടെ പലരും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവർ പോലും അവളുടെ 12 കാമുകന്മാരുടെ ഫോട്ടോ ഉൾപ്പെടെ വെച്ച് അവളെ ഡീഗ്രേഡ് ചെയ്യുന്നതല്ലാതെ ഈ വിഷയത്തിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞ് റൂഹി കണ്ടിരുന്നോ? അല്ലെങ്കിൽ റൂഹിയെ പോലുള്ള ആരെങ്കിലും കണ്ടിരുന്നോ? ഇതൊരു വലിയ റാക്കറ്റാണ്, അവിടെ ഗോൾഡ് സ്മഗ്ലിംഗ് ഉണ്ട്, അതേപോലെ ഈ ഒരു വിഷയമുണ്ട് എന്ന് പറഞ്ഞതിനാണ് നിങ്ങൾ ഈ കാണുന്ന ആക്രമണം ഞാൻ നേരിടുന്നത്. എന്നെ ആക്രമിക്കുന്നവരുടെ ലിങ്ക് ഉൾപ്പെടെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ട്. എന്നെ കുറേ തെറി വിളിച്ചാൽ മാനസികമായി എന്നെ തകർക്കാമെന്നും, അത് പറയുമ്പോൾ കണ്ണാടി ഊരണം, മാനസികമായി എന്നെ തകർക്കാമെന്നും എന്നെ ഇരുത്തി കളയാമെന്നും ചിന്തിക്കുന്നവരോടാണ്. കടലിൽ നീന്തി കയറിയവളാ ഷെഫീന. ഇത്തരത്തിലുള്ള വൾഗർ സ്റ്റേറ്റ്മെൻറ്റുകളും വൾഗർ ലാംഗ്വേജുകളും പറഞ്ഞാൽ തകർന്ന് കുത്തിയിരിക്കുന്നവളല്ല ഞാൻ. അതിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്കത് റെസിസ്റ്റ് ചെയ്യാനും തിരിച്ച് പണി കൊടുക്കാനും നന്നായിട്ടറിയാം. എൻ്റെ കാൽ സ്വാധീനത്തിനെ കുറിച്ചും എൻ്റെ വൈദവ്യത്തിനെ കുറിച്ചും എൻ്റെ കുഞ്ഞിനെ വെച്ചിട്ട് എന്നെ ചേർത്ത് പറയുന്നതിനൊക്കെ തീർച്ചയായിട്ടും നടപടികളുണ്ട്. എനിക്കറിയാം, ഞാൻ നിയമവ്യവസ്ഥയെ വിശ്വസിക്കുന്നോളാം. വൈകുമായിരിക്കാം, പക്ഷേ അത് തീർച്ചയായിട്ടും നടക്കും. അത്ര മോശപ്പെട്ട രീതിയിൽ ഇത്രയും അവഹേളനം പറഞ്ഞപ്പോൾ അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്തവരാണ് ഇവിടെയുള്ള വ്ളോഗേഴ്സ്. ആ വീഡിയോ എടുത്തു വെച്ച് ചെയ്തതാണ്. തല മുട്ടയടിച്ചൊരു സ്ത്രീയുണ്ട്, അവരുടെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവരിതെടുത്ത് വെച്ച് ചെയ്യുന്നുണ്ട്. അവർ മുമ്പ് ഞാൻ ലൈവ് ഇട്ടപ്പം എൻ്റെ ലൈവിൻ്റെ താഴെ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളെ നിങ്ങളുടെ മകനെയും ചേർത്ത് ആളുകൾ പറയുന്നുണ്ടോ, അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ താത്തേ എന്നാ ചോദിച്ചത്. ഒരമ്മയോട് വന്ന് ചോദിക്കുന്നതാണോ ആ ചോദ്യം? ആ സ്ത്രീ ചോദിച്ചതാ എന്നോട്, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ താത്തേന്ന്. ആരോ വൈരാഗ്യത്തിൻ്റെ പുറത്തിരുന്ന് എൻ്റെ മകനും ഞാനും തമ്മിൽ എന്തോ അഫെയർ ഉണ്ടെന്ന് പറഞ്ഞത് ആ വ്ളോഗർ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഇന്ന് ആ എന്നെ പറ്റി പച്ചത്തേറി പറയുന്നത് എടുത്ത് പബ്ലിഷ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് തുള്ളുന്നുണ്ട്. അതിനുള്ള മറുപടിയും ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ വായി കൊണ്ടല്ല, ഞാൻ പ്രവർത്തിക്കുന്നോളാം, അത് ഞാൻ ചെയ്യും. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഞാൻ മൗനം അവലംബിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ബേസ് ചെയ്ത് ഞാനൊരു വീഡിയോ ഇട്ടാൽ എനിക്ക് നിരന്തരം കോളാണ്, ത്രെട്ട് കോള്, തെറി കോള്, രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, അമ്മാതിരി എന്നെ ശല്യം ചെയ്യുന്നുണ്ട്. ഒരു പുരുഷൻ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു പെണ്ണ് ചെയ്യുമ്പോൾ അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊക്കത്തില്ല. മാക്സിമം ഞാൻ ഫേസ് ചെയ്യും, മാക്സിമം. പിന്നെ ഇത് ഞാൻ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ട് ചേച്ചി അത് ട്രിം ചെയ്യൂ, ചേച്ചി ആ ഭാഗം കട്ട് ചെയ്യൂ, ചേച്ചി അതിനകത്ത് അത് കുറയ്ക്കൂ എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ ഇട്ടതാണ്, എനിക്ക് ട്രിമ്മിങ് ഒന്നും ഇഷ്ടമില്ല, താല്പര്യമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ മൗനമായിട്ടിരിക്കുന്നത്. അവസരം വരുമ്പോൾ ഇത് ഞാൻ പബ്ലിഷ് ചെയ്യും. ഇപ്പോഴും ഞാൻ പറയുന്നു, സിനിമ സീരിയൽ രംഗങ്ങളിൽ ഈ പറയുന്ന ഒരു കമ്മീഷൻ വന്നു, എന്നിട്ട് പോലും അവിടെയുള്ള പെൺകുട്ടികൾക്ക് നീതി കിട്ടുകയോ അവിടെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനങ്ങുകയോ ചെയ്തിട്ടില്ല. അൻസിബ ഇഷ്യൂ വന്നു, അൻസിബ അതിനകത്ത് ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും ഇൻവോൾവഡ് ആണ്. ലക്ഷ്മിപ്രിയ ഡയറക്റ്റ് ഇൻവോൾവഡ് ആണ്. എന്നിട്ട് ഒരാൾ ആ വിഷയം എടുത്തോ, അൻസിബയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അൻസിബയെയും ചേർത്ത് പറഞ്ഞ ആ പയ്യൻ പക്കാ പറഞ്ഞു, നീ വായ തുറക്ക്, നീ അറിഞ്ഞ രഹസ്യം വായ തുറക്കുന്നു. ഇത്രയും ടോപ്പിൽ നിൽക്കുന്ന അൻസിബയ്ക്കില്ലാത്ത കട്സ് എനിക്ക് വരണമെന്ന് റൂഹി വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. തെറ്റിദ്ധാരണ മാറ്റുക, എനിക്കെന്തെങ്കിലും സംഭവിക്കും എന്നുള്ളതല്ല. ഞാൻ തനിച്ചാണ്. നിങ്ങൾക്കതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായില്ലേ, ഞാൻ തനിച്ചാണ്. എനിക്കതിനകത്ത് വിഷമമുണ്ടെന്നല്ല പറയുന്നത്, ഞാൻ തനിച്ചാണ്. അപ്പോൾ എനിക്ക് സമയം വേണം. എൻ്റെ സമയമാകുമ്പോൾ ഞാനത് പബ്ലിഷ് ചെയ്യും. എനിക്ക് ആരുടെയും ടേക്ക് കെയറിങ്ങോ ആരുടെയും സപ്പോർട്ടിങ്ങോ ആവശ്യമില്ല. ഞാൻ തനിച്ചാണെന്ന് ഏകദേശം പിടികിട്ടിയില്ലേ. 8ഓളം വരുന്ന ആളുകളെയും കൊണ്ട് നടന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നവളാണ് രേണു എന്ന് പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ ഇവിടുന്ന് എറണാകുളം വരെ എൻ്റെ വണ്ടി ഞാൻ തനിച്ചോടിച്ചു പോയി ആ വിപിൻ ഡാലിനെ കൊണ്ട് ആ വിഷയം പബ്ലിക്കിൽ ഇട്ടവളാണ് ഞാൻ.
എനിക്കെന്ത് കാര്യം? അത്രയും മെനക്കെട്ട് അവിടം വരെ പോകേണ്ട കാര്യമുണ്ടോ? പക്ഷെ ആ വിഷയം എടുത്ത് ചെയ്ത എല്ലാ നാറികളും കഴിഞ്ഞ ഒരാഴ്ചയായി എന്നെ എടുത്തു വെച്ച് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ കോണ്ടസ്റ്റേ അവർ കളഞ്ഞു. അതവർ പറയണ പോലുമില്ല. ആ സ്പെസിഫിക് ക്ലിപ്പ് എടുത്ത് വെച്ച് തകർക്കുന്നവർക്ക് അതിന് മുമ്പും പിമ്പും പറഞ്ഞത് കേൾക്കണ്ട. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തനിച്ച് നിന്നുകൊണ്ട് പൊരുതുമ്പോൾ സമയം വേണ്ടി വരും. ഞാനൊരു റൂഹിനെയും അല്ലെങ്കിൽ ഞാനൊരു സോളിനെയും ഒന്നും എതിർക്കുന്നവളോ വേണ്ടാന്ന് പറയുന്നവളോ അല്ല. റിഫ വിഷയത്തിൽ ഞാനിട്ട അത്രയും വീഡിയോ വേറെ ആരും ഇട്ടിട്ടുണ്ടാവത്തില്ല. ഖാദർ കരിപ്പൊടിയും ഞാനും തമ്മിലുള്ള പ്രശ്നമേ റിഫയാണ്. റിഫയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ് ഖാദർ കരിപ്പൊടി എൻ്റെ ഒരു ചാനൽ അടിച്ച് കളയാനുള്ള ഇൻറ്റൻഷനിൽ ഇറങ്ങി നിന്നത്. ഇന്ന് ഖാദർ കരിപ്പൊടിക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടായിട്ട് പോലും ഈ തൊപ്പിക്കെതിരെ വീഡിയോ ചെയ്ത ഏതെങ്കിലും ഒരുത്തനിക്ക് ധൈര്യമുണ്ടോ ഖാദർ കരിപ്പൊടിക്കെതിരെ വന്ന വിഷയത്തിനെ പറ്റി പറയാൻ? നിങ്ങൾ ഈ യൂട്യൂബേഴ്സിൻ്റെ ഇരട്ടത്താപ്പുകൾ കാണുന്നില്ലേ? ശക്തമായി അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ ആക്രമിക്കുകയാണ്. ഇസ്ലാം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിച്ചത് അവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. അതെന്തുകൊണ്ടെന്നറിയാമോ? ആരിഫ് ഹുസൈൻ ടീമിൽ ഞാൻ ഉണ്ടായിരുന്നു. അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന തെണ്ടിത്തരം കൃത്യമായി എവിഡൻസ് വെച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ എൻ്റെ റിസ്ക് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ലൈഫ്, എൻ്റെ കുട്ടികളുടെ ലൈഫിലെ റിസ്ക് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ആ റിസ്ക് എടുത്ത് ആ കാര്യം പുറത്തേക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പോഴും ആളുകൾ പറയണം, ചട്ടുകാലി നിനക്ക് കൂലിപ്പണിക്ക് പൊയ്ക്കൂടെ, ഇറച്ചി തിന്നായിരിക്കുന്ന എന്തിനാ നീ എന്ന്. ഞാൻ ചെയ്ത ഉത്തരവാദിത്തപരമായ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഇത്രയധികം കാര്യങ്ങളെ ഒരാളെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എവരി വൺ ബിഹൈൻഡ് മൈ ലാംഗ്വേജ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരാളും കണക്കാക്കുന്നില്ല. കമൻസിൽ ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ നാവാണ് ഞാനെന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇപ്പോൾ ബിഷപ്പിൻ്റെ വിഷയം വന്നു. നിങ്ങൾക്കറിയുമോ, ഈ ഒരു മുട്ടച്ചിയുടെ ഫോട്ടോ ഇല്ലേ, ആടിൻ്റെ മുഖമുള്ള ചുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്ന ആ ഫോട്ടോ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പലരും ചോദിച്ചു. എല്ലാവരും വിചാരിക്കുന്ന FB എടുത്തെന്ന്. അല്ല, എനിക്കത് അയച്ചു തന്ന ബിഷപ്പാ. ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്ന ബിഷപ്പാ. വട വെച്ച കാര്യവും വട ചെറുതാണെന്ന കാര്യവും വട വിറ്റ കാര്യവും അത്തരം വീഡിയോസ് എനിക്ക് അയച്ചു തന്നത് ബിഷപ്പാണ്. അതിന് വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് അയച്ചു തന്നത് ബിഷപ്പാണ്. പറയാനാണെങ്കിൽ എമ്പാടും എനിക്ക് പറയാനുണ്ട്. ഞാൻ മിണ്ടാതിരിക്കുന്ന കണ്ടിട്ടില്ല. ഇപ്പോൾ സന്ദീപ് പറയുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് എപ്പോഴോ അറിയാം. പയ്യെ സ്കൂട്ടായി മാറിയ വ്യക്തിയാണ് ഞാൻ. എല്ലായിടത്തും പ്രതികരിക്കുകയും എല്ലാം കണ്ടന്റ് ആക്കുകയും എല്ലാത്തിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നവളും അല്ല ഞാൻ. എൻ്റെ കാലിനെയും എൻ്റെ ഡൈപ്പറിൻ്റെ കാര്യങ്ങളും ഞാൻ ഡൈപ്പർ ഇടുന്നവളാണെന്നും എൻ്റെ പെറ്റുമ്മായെയും ഒക്കെ പച്ചപ്പോക്കർത്തരം പറഞ്ഞ രേണു പുണ്യവാളത്തെയും അതിനെ റെസിസ്റ്റ് ചെയ്ത് സംസാരിച്ച ഞാൻ കുഴപ്പക്കാരിയുമാകുന്ന ഈ സമൂഹത്തിന് ചില സമയത്ത് മൗനമാണ് നല്ല മറുപടി. മൗനമായിട്ടിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ മൗനമാണ് നല്ലതെന്ന് എനിക്ക് തോന്നി, ഞാൻ മൗനമായിട്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ കൺവെട്ടത്ത് ഒരു പെൺകുട്ടിയും ആ ട്രാപ്പിൽ പോയി പെടാതിരിക്കാൻ എന്നാൽ കഴിയണത് അത്രയും ഞാൻ ചെയ്യും. ഞാൻ സ്ത്രീകളോട് പറയുന്നത്, നിങ്ങൾ മെറ്റീരിയൽ ആകാതിരിക്കൂ. നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കൂ. നിങ്ങൾ ജോലി കണ്ടെത്തൂ. അഭിമാനബോധത്തോടു കൂടി ജീവിക്കൂ. ഇപ്പോൾ എത്രയോ പേര് വ്ളോഗ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. എത്രയോ പേരുണ്ട് അവരുടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ചെയ്ത് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ. ഇവിടെ ഇന്നലെ ഞാൻ എൻ്റെ ചാനൽ കയറി നോക്കി, നല്ല വ്യൂ പോയിട്ടുണ്ട്. 1 മില്യനൊക്കെ അടിച്ചു. ഇതിനേക്കാൾ നല്ല സൂപ്പർ സാധനം ഇട്ടാർക്ക് 1 മില്യൺ വ്യൂ പോലും പോയിട്ടില്ല. 10K പോലും മാക്സിമം പോകാറില്ല. ആ എൻ്റെ ചാനലിന് 1 മില്യൺ വ്യൂ പോയിട്ടുണ്ട്. എന്നെ തെറി വിളിക്കാൻ വന്നവരുടെ ബാഹുല്യം കൊണ്ടാണ് അതിനകത്ത് ആ വ്യൂ പോയിട്ടുള്ളത്. മില്യൺ വ്യൂ പോവും എപ്പോഴെന്നറിയാമോ? അരയും കുറയും ഉടുപ്പിട്ടുകൊണ്ട് ആട്ടി കാണിച്ചാൽ മില്യൺ വ്യൂ പോകും. അത് കാണാനാണ് ആളുള്ളത്. നാഗെ എന്നെ തെറി വിളിക്കുന്ന എടുത്ത് വെച്ച് പ്രൗഡ് ഫീൽ ചെയ്തുകൊണ്ട് കുറേ എണ്ണം വന്ന് പറയുന്നുണ്ട്. പൊടി കൊണ്ട് കൊടുത്ത് അവളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമ്പോൾ അവൾ പെടാൻ പോകുന്ന പെടലെന്താണെന്ന് വരും ദിവസം കാണാം. പലരും നിയമം പറയുകയാണ്, ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉണ്ടംപൊരി വെക്കുന്നു. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടംപൊരി ആക്കുന്ന നാറികളോട് എൻ്റെ ഒരു ചോദ്യം, ഒരു സിമ്പിൾ ചോദ്യം. 12ഓളം പേരെ നമ്മളിപ്പോൾ റിലീസ് ചെയ്ത് വിട്ടു. ഗുജറാത്ത് കലാപത്തിൽ 7ഓളം സ്ത്രീകളെ വീട്ടിൽ കയറി കൊന്നുകളയുക മാത്രമല്ല, പിഞ്ച് പൈതലിനെ ഉൾപ്പെടെ അടിച്ചു കൊല്ലുക മാത്രമല്ല, ബലാത്സംഗം ചെയ്ത അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. 12 കൊല്ലത്തിനിപ്പുറം അത് ചെയ്ത ഏറ്റവും ക്രിമിനലായ ഒരുത്തൻ ജയിലിൽ പോലും കിടക്കാതെ പോലെ അവിടെ തളർന്ന് കിടക്കുകയാണ്. നിയമശക്തല്ലേ? ആണോ?
നമുക്ക് ഗോവിന്ദച്ചാമിയിലേക്ക് വരാം. നമുക്ക് എല്ലാവർക്കും അറിയാം സൗമ്യ ഏത് രീതിയിലാണ് അങ്ങനെ ആയതെന്ന്. എന്നിട്ട് നിങ്ങൾ അവനെ തൂക്കിക്കൊന്ന എന്ത് ചെയ്ത് നിങ്ങൾ? എന്താണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ? ഈ നിയമത്തിൽ പഴുതുകളുണ്ട്, നല്ല പഴുതുകളുണ്ട്. അത് മനസ്സിലാക്കുക. ഇനി ഞാൻ തെറി വിളിച്ചത്, തെറി വിളിക്കുന്നത് തെറ്റാണോ? ശരിയാണ്. എന്നെ തെറി വിളിക്കുന്നത് ശരിയാണെങ്കിൽ ഞാൻ വിളിക്കുന്ന തെറികളും നിങ്ങൾക്ക് ശരിയാവണം. എനിക്ക് തെറ്റാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോയിന്റിൽ ഉറച്ചു നിൽക്കുന്നു. അവളെ മകളായി കണ്ടതുകൊണ്ടാണ് അത്രയും വൾഗാരിറ്റി ഞാൻ പറഞ്ഞത്. മകളായി കണ്ടതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെയൊക്കെ അമ്മ അയ്യോ മോളെ പോവല്ലേ, അയ്യോ മോളെ ഉടുക്കല്ലേ, അയ്യോ മോളെ നന്നായിരിക്കും, ഇങ്ങനെ ആയിരിക്കും പറയണത്. ഞാൻ അങ്ങനെ കേറാകത്ത് മര്യാദയ്ക്കിരുന്നോ. എൻ്റെ ഭാഷ അതാണ്. എനിക്കങ്ങനെ അറിയുള്ളൂ. എനിക്കിപ്പോൾ അവളെ അമ്മയാക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഇഷ്ടംപോലെ മക്കൾ ഇവിടെ ഉണ്ട്. അത് തന്നെ ധാരാളം. ഞാൻ ആ വിഷയം കൂട്ടിക്കലർത്തുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഈ വയ്യായ്മയിലും വന്നിരുന്ന മറുപടി പറയേണ്ടി വന്നത് സത്യം പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നാലും പറയും എന്നെ കാണാനില്ല, എന്നെ പോലീസ് പിടിച്ചത്. ഈ എണിമന പൂഞ്ഞൂല. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കല്ലേ, ഇതൊന്ന് കട്ട് ചെയ്തെടുത്തോണ്ട് പോകല്ലേ ദയവ് ചെയ്തിട്ട്. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. സജന ഫിറോസ് പറഞ്ഞതിന് സജന ഫിറോസിനെയും പൂക്കുട്ടിയെയും ചേർത്ത് മസാല കഥകൾ പ്രചരിപ്പിക്കുന്നതല്ലാതെ സജന ഫിറോസ് പറഞ്ഞ പോയിന്റ് ആരും പറഞ്ഞില്ല. ആ പോയിന്റ് പറഞ്ഞ ഷെഫീന ബീബി ഇന്നും കുഴപ്പക്കാരിയാണ്. സജനയ്ക്ക് സപ്പോർട്ടാണ് പറയുന്നത്. ദിയാസന എന്ന് പറയുന്ന വെടക്ക് മുതൽ പല പെൺകുട്ടികളെയും കൊണ്ടുപോയി ആ ട്രാപ്പിൽ പെടുത്തുന്നുണ്ടെന്നുള്ള വ്യക്തമായ തെളിവ് ഉൾപ്പെടെ സജന പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. സജന കൊടുത്ത പരാതിയുടെ ഫോം നിങ്ങൾ കണ്ടില്ലല്ലോ. അതിനകത്ത് വ്യക്തമായിട്ട് ഈ പറയുന്ന റാക്കറ്റുകളെ പുറത്ത് നല്ലപോലെ അവൾ തുറന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവള് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുന്നിടം വരെ പോലീസ് വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് അവളുടെ വീട്ടിൽ പോയി പരിശോധന നടത്തിയത്. ദിയാസനയുടെ വീട്ടിൽ പോയി പരിശോധന നടത്തിയത് സജന ഫിറോസ് കൊടുത്ത പരാതിയുടെ പുറത്താണ്. പക്ഷെ തെറി ആര് കേൾക്കണം? സജന എവിടെ സേഫായിരിക്കും? തെറി മുഴുക്കാൻ ഞാൻ കേൾക്കുന്നു. എങ്ങനെയുണ്ട്? നടന്ന് ചാനൽ തോറും നടന്ന് എന്നെപ്പറ്റി അപവാദം പറയണു. എല്ലായിടത്തും നടന്ന അപവാദങ്ങൾ പറയണം. 3 പേരെ കൊന്നിട്ടിരിക്കുന്ന മഹാപുരുഷിയാണ് ഞാൻ. ഇപ്പം എനിക്ക് ഈ ക്ലാസ് ചേരും. 3 പേരെയാണ് കൊന്നത്, 1ഉം 2ഉമില്ല. 3 ഭർത്താക്കന്മാരുണ്ട്. 2 രജിസ്റ്റർ ചെയ്തുള്ളൂ. 3ാമത്തെ ആൾ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുന്നുണ്ട്. എന്തായാലും 3 പേരെ കൊന്ന ഷെഫീന ബീബിയാണ് ഇതായിരിക്കുന്നത്. ജസ്റ്റിസ് ഫോർ ദിയ, നോ ജസ്റ്റിസ് ഫോർ ഷെഫീന. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? സൂപ്പറാ നിങ്ങളൊക്കെ, സൂപ്പറാ. ഒരാഴ്ചയ്ക്ക് മുമ്പ് കള്ളു കുടിച്ച് നടു റോട്ടിൽ പേത്ത് കിടന്ന ഒരു സ്ത്രീയെ പോലീസ് വണ്ടി ഉൾപ്പെടെ പൊക്കുകയും വണ്ടി സീസ് ചെയ്യുകയും ചെയ്ത ഒരുത്തി വന്നിരുന്നത്. ഹൗ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഷെഫീന ബീബി കുഴപ്പമാണ്. നിങ്ങൾക്ക് ബസ്സിൽ കയറിയപ്പം ആരെങ്കിലും പിടിക്കണമെന്ന് തോന്നിയോ? നിങ്ങൾക്ക് കാമക്കിഴപ്പാണോ? അമ്മയെയും മകനെയും വെച്ച് ഏറ്റവും മ്ലേച്ഛമായ പദത്തിൽ സംസാരിച്ച അമ്മായി വന്നിരുന്നോണ്ട് പറയണു നിനക്ക് കിട്ടിയത് പോരെയെന്ന്. പെമ്മക്കളെ കൂട്ടി കൊടുത്തിട്ട് നാട്ടുകാരെടുത്ത് കൊടുത്തതിനോളം വരത്തില്ല ഇത്. ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരു വിഷയം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വന്ന പദപ്രയോഗത്തിലെ ചെറിയ വീഴ്ചയ്ക്ക് ആ വീഴ്ച മാത്രം ഹൈലൈറ്റ് ചെയ്ത് ആ വിഷയത്തിൽ നിന്ന് മാറി സഞ്ചരിച്ച മന്ദബുദ്ധികളോട് എനിക്കൊന്നും പറയാനില്ല. അത്രയേ ഉള്ളൂ. അപ്പം ശരിയാവുന്നുണ്ടോ? സെറ്റായെങ്കിൽ മതിയായിരുന്നു. കണ്ണിൻ്റെ ട്രബിൾ കൊണ്ടാണ് കണ്ണാടി വെച്ചത് കേട്ടോ. താങ്ക് യു സോ മച്ച്.